ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇന്നുണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ്. ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചു എണീറ്റ് വന്നത് കേട്ടോ. ഭയങ്കര ചിണുങ്ങിക്കൊണ്ടാണ് വന്നത്. പിന്നെ മൂത്തമോൾ എടുത്തുകൊണ്ട് പോയി. ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞിൻ്റെ മൂടൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ചേട്ടൻ്റെ മുടി കെട്ടലായി. എനിക്ക് 3 കുട്ടികളാണ്: റൊവിന, റോനക്, റൊവീഷ്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിലോട്ട് ഇറങ്ങി. ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നു കേട്ടോ. സ്കൂളിൻ്റെ അവിടെയും ഭയങ്കര ട്രാഫിക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. മീൻ മേടിച്ചു. മത്തിയും കൊഡ്ഡയുമാണ് മേടിച്ചത്. ഇവിടെ മംഗലാപുരത്ത് കൊഡ്ഡൈ എന്നാണ് കേട്ടോ പറയുന്നത്. മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യണേ. മീൻ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേനും കഞ്ഞിയും തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മസാല ഇട്ട് വെച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മത്തി എടുത്തിട്ട് കറിയും വെച്ചു കേട്ടോ. പിന്നെ ഞാൻ സ്കൂളിൽ പോയി കൊച്ചിനെ കൊണ്ടുവരാനായിട്ട്. മഴ ആയതുകൊണ്ട് കുടയും പിടിച്ച് കൊച്ചിൻ്റെ ഡാൻസും തുടങ്ങി. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് മിറ്റം അടിച്ച് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ കൊച്ചു ദേണ്ടേ വെള്ളത്തിൽ കളി തുടങ്ങി. കുറേ എണ്ണ ഇട്ട് നനച്ചപ്പോൾ ഞാൻ പിന്നെ ചേച്ചിയോട് പറഞ്ഞു മെല്ലെ അടയ്ക്കാനായിട്ട്. അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചേച്ചീനെ പിടിച്ച് തല്ലലായി. ഓട്ടിച്ചിട്ടാണ് കേട്ടോ ചേച്ചീനെ തല്ലിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ കയറ്റി. കൊച്ചിന് മീൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മുട്ട വറുത്ത് കൊടുത്തു കേട്ടോ. 12:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി ചോറുണ്ണുമ്പോൾ കൊച്ചു അവരുടെ കൂടെ ഇരുന്നിട്ട് ചോറുണ്ട്. ചേച്ചിനെ അല്ലെങ്കിൽ ഇവിടെ പോകാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ കളിച്ചും ചിരിച്ചും പിന്നെ കൊച്ചു മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോഴത്തേനും 1:45 കൊച്ചിനെ മാറ്റി കിടത്തി ഞാൻ മീൻ വറുത്തിട്ട് ചോറുണ്ടു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി. അവരെ കൊണ്ടുവന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് മുറിച്ചിട്ടു. അപ്പോൾ കുട്ടികൾക്ക് അത് വേണ്ട, മാഗി മതി. പിന്നെ മാഗി അവർ തിന്നു, ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും തിന്നു. അത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.